രാജ്യം എത്രയൊക്കെ പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഒരിക്കലും മാറാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ചിലരുടെയെങ്കിലും ഉള്ളിലുള്ള ജാതി വിവേചനം. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിക്കാറുമുണ്ട്. അട്ടപ്പാടി മുക്കാലിക്കടുത്ത് കടുകുമണ്ണ് ആദിവാസി ഊരിലെ മധു എന്ന യുവാവ് ആൾക്കൂട്ടമർദ്ദനത്തിനിരയായി മരണപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു. ഭക്ഷണം മോഷ്ടിച്ചു എന്ന് ആരോപിക്കപ്പെട്ടാണ് ഒരു സംഘം ആളുകൾ ചേർന്ന് മധുവിനെ മർദ്ദിക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തത്. കൈകൾ ബന്ധിച്ച് മർദ്ദിക്കുകയും കൈവശമുണ്ടായിരുന്ന സഞ്ചി പരിശോധിക്കുകയും ചെയ്തതിന്റെ വീഡിയോ അക്രമികൾ മൊബൈൽ ഫോണിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഭക്ഷണമോഷണം ആയിരുന്നില്ല, അവന്റെ ജാതി അല്ലെങ്കിൽ ആദിവാസി യുവാവാണ്, ചോദിക്കാൻ ആരും വരില്ല, എന്തും ചെയ്യാം എന്നുള്ള ഒരു തോന്നലായിരിക്കാം അക്രമി സംഘങ്ങളെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. 2023 ഫെബ്രുവരി 22 കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു പരിചരണ വിഭാഗത്തിന് പുറത്തു വെച്ച് മറ്റൊരു മധു ജനിക്കുന്നു. പേര് വിശ്വനാഥൻ. ഇവിടെ 2018 സമാന സംഭവം ആവർത്തിക്കപ്പെടുന്നു. താൻ ഒരുപാട് മോഹിച്ച് കാത്തിരുന്ന കുഞ്ഞിന്റെ മുഖമൊന്ന് കാണാൻ മെഡിക്കൽ കോളേജിന് പുറത്ത് കാത്തു നിൽക്കെയാണ് മറ്റൊരാൾക്കൂട്ടം മോഷണക്കുറ്റം ആരോപിച്ച് വിശ്വനാഥനെ വിചാരണ ചെയ്തത്. എന്നാൽ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ജനമധ്യത്തിൽ ജാളിതയോടെ പിടിച്ചു നിൽക്കാനാവാതെ മെഡിക്കൽ കോളേജിന് പിറകിലെ മരത്തിൽ വിശ്വനാഥനും ജീവിതം അവസാനിപ്പിച്ചതെന്ന് പോലീസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പോഴിതാ മധ്യപ്രദേശിലെ സിദ്ധിയിൽ നിന്നാണ് രാജ്യത്തിന് തന്നെ അപമാനകരമായ ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത്. മദ്യപിച്ച് സിഗരറ്റ് വലിച്ച് റോഡരികിലെത്തിയ ഒരാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആദിവാസി യുവാവിന്റെ മുഖത്ത് മൂത്രമൊഴിക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രവേശ് ശുക്ല എന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ പ്രതി പ്രവേശ് ശുക്ല BJP നേതാവാണെന്നും സംഭവം മധ്യപ്രദേശിന് അപമാനമാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ദേശീയ സുരക്ഷാ നിയമം പ്രതിക്കെതിരെ ചുമത്താൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതേസമയം പ്രവേശ് ശുക്ല തന്റെ സഹായിയാണെന്ന കോൺഗ്രസിന്റെ ആരോപണം BJP നേതാവ് കേദാർ ശുക്ല നിഷേധിച്ചു. തനിക്ക് 3 സഹായികളാണ് ഉള്ളതെന്നും പ്രവേശ് ശുക്ല അവരിൽ ഒരാളല്ലെന്നും പ്രതിയുമായി തനിക്ക് ബന്ധമില്ലെന്നും കേദാർ ശുക്ല പ്രതികരിച്ചിട്ടുണ്ട്. പ്രവേശ് ശുക്ല സിദ്ധിയിലെ BJP പ്രവർത്തകനാണെന്നും കേദാർ ശുക്ല എന്ന BJP നേതാവിന്റെ സഹായി ആണെന്നുമാണ് സംഭവത്തിന് പിന്നിലെ കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം.